ഹലോ ഗൈസ്, ഞാൻ പിന്നെയും വന്ന് ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാം. വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ഈ വീട്ടിൽ ആദ്യം എണീക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് കിട്ടാൻ കുറച്ച് പാടാണ്. കാരണം ഉമ്മ എണീക്കണ്ടേ. പക്ഷെ ഫുഡ് കിട്ടാൻ വേണ്ടി പിച്ചക്കാരനെ പോലും ഉമ്മേനെ ഇട്ടിട്ട് ഇടങ്ങേറാക്കും. ഉമ്മയ്ക്ക് എൻ്റെ ഒച്ചപ്പാട് കിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം വല്ലാത്തൊരു സങ്കടം ഇരിക്കും. അതുകൊണ്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഉമ്മ എനിക്ക് മീൻ തരും. അതൊക്കെ കഴിഞ്ഞ പിന്നെ ഒന്ന് ഉറങ്ങും. കാരണം നേരം വെളുത്തിട്ടില്ലല്ലോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഒരു വർക്കൗട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പ്ലാനൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവാറില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഇവിടുത്തെ ആ കുട്ടിപ്പിശാശ് ടി വി വെച്ചിടും. അതുകൊണ്ട് കുറച്ചു നേരം കാത്തുവിനെ കാണാൻ പറ്റും. ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു. അവള് കൊള്ളാല. ഈ കുട്ടിപ്പിശാശിനോട് ഒന്നുകൂടി വെക്കാൻ പറഞ്ഞാല. അല്ലെങ്കിൽ വേണ്ട ഇന്ന് പറഞ്ഞ നാളെ അവൾ ഇതെനിക്ക് വെച്ചിട്ടില്ല. പിന്നെ ടി വി ഒക്കെ കണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഉമ്മയുടെ പുറകെ പാലായിട്ട് ഞാനുണ്ടാവും അടുക്കളയില്. നിന്നാ വല്ല മീനും കിട്ടുമല്ലോ എന്നാലോചിച്ചു ഉമ്മി ഇടക്കൊക്കെ എന്തെങ്കിലും തരും എന്റെ ശല്യം സഹിക്കാതാവുമ്പോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമ്പോ ആ കുട്ടി പിശാശ് പിന്നെയും വരും. ഉമ്മീ, ഇത് നോക്കേ, ഇവളെന്നെ ശല്യപ്പെടുത്തണ്. ഇവളെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കണോട്ടാ. പിന്നെ ടൈമാണ്. അത് സാധാരണ എനിക്ക് ഉറുമ്പാണ് കളിക്കാൻ വരാറ്. ഇന്ന് പാറ്റേനെ കിട്ടിയോളൂ. ഉറുമ്പിനെന്ത് പറ്റിയെന്നാവോ? ഈ പാറ്റ വല്ലാത്തൊരു സാധനമാണ്. അല്ലെങ്കിലും കണ്ട അവനോടുണ്ട്. നീ ആരോടാണ് കളിക്കണത്? നിന്റെ കളി എന്റെ അടുത്ത് നടക്കൂലാട്ടാ. ഇവനിപ്പോ വലിയ സെലിബ്രിറ്റി ഒക്കെ അല്ലേ. അങ്ങനെ അവനായിട്ട് കുറെ ടെങ്ങറാക്കിയിട്ട് പിന്നെ ഉമ്മയുടെ അടുത്തേക്ക് പോവും. മീൻ ഞാനായിട്ട് മീനൊക്കെ തിന്നു കഴിഞ്ഞാ പിന്നെ ഞാൻ മാറ്റിനെ ഒന്ന് ഇഷ്ട ശരിയാക്കും. അതവിടെ വെറുതെ എടുക്കുമ്പോ എനിക്ക് സമാധാനം കിട്ടാറില്ല. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കാര്യമായിട്ട് റെസ്റ്റ്. അതിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഉറങ്ങും. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, നമുക്കിനി നാളെ കാണാം. പിന്നെ പോണേക്കുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ. അപ്പൊ നിങ്ങൾക്ക് എന്നെ എല്ലാ ദിവസവും കാണാലോ. അപ്പൊ ഓക്കെ, ബൈ, ടാറ്റാ.